ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഡെയ്സി ഗ്രാനി സ്ക്വയറാണ്. ഈ രണ്ട് ഡെയ്സി ഗ്രാനി സ്ക്വയർ അപ്പോഴത്തെ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഇത് കുറേ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു ബാഗ് ആക്കും. അപ്പോൾ ഇതിനാവശ്യമുള്ളത് യെല്ലോ യാണാണ്, പിന്നെ ഒരു വൈറ്റ് യാൺ, പിന്നെ ഒരു ബ്ലാക്ക് യാൺ, പിന്നെ ഒരു സിസേഴ്സ്, നീഡിൽ, പിന്നെ ഒരു ഹുക്ക് 3.5 mm ഞാൻ യൂസ് ചെയ്യണത്. നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക് റിങ് ഇട്ടെടുക്കാം. എനിക്ക് ഇങ്ങനെ ഇടാനാണ് ഈസി. അപ്പം നമ്മൾ അതിനായിട്ട് 3 ചെയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ വി ആണ് നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യണം. 12 ഉണ്ടോയെന്ന് ഞാൻ കൗണ്ട് ചെയ്ത് 12 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ചെറിയ ലൂപ്പ് നമ്മളൊന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ വലിയ ലൂപ്പ് ചെറുതാക്കി നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ യാൺ ഒരു ചെയിൻ ചെയ്തെടുത്ത് നമുക്ക് ഈ യാൺ കട്ട് ചെയ്യാം. നമ്മൾ വൈറ്റ് യാൺ എടുത്തിട്ടൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ആ യെല്ലോ ആ റൗണ്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീല് നമുക്ക് കയറ്റാം ഹുക്ക്. എന്നിട്ട് നമ്മൾ ആ വൈറ്റ് യാൺ എടുക്കാം പുറത്തോട്ട്. അത് നമ്മൾ പുൾ ത്രൂ ചെയ്യുക. എന്നിട്ട് നമ്മൾ 3-4 ചെയിൻ ചെയ്യുക. അതിനിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുക. ഈ സെയിം സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 3 പ്രാവശ്യം ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോൾ 2 ലൂപ്പ് ബാക്കി ഉണ്ടാവണം. അതാണ് കറക്റ്റ്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഫുള്ളായിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ നമ്മൾ ഫുള്ളാക്കി 12 പെറ്റൽസ് ഉണ്ടാവുമെന്ന് എണ്ണി വെക്കണം. നമ്മൾ 2 ചെയിൻ ചെയ്യണം ലാസ്റ്റ് പെറ്റലിൽ. നമ്മൾ ഈ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യയിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കണം. നമുക്കൊരു ചെയിൻ ചെയ്തിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ഈ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്ലാക്ക് കൊണ്ട് നേരത്തെ വൈറ്റ് ചെയ്ത പോലെ തന്നെ 3 ചെയിൻ ചെയ്തിട്ട് ആ സെയിം ലൂപ്പിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമുക്ക് അങ്ങനെ 3 ടൈംസ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ഗ്യാപ്പിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ സെയിം തന്നെ നമ്മൾ ഈ 3rd ചെയ്തു. നമ്മൾ ഇതുപോലെ തന്നെ പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതുപോലെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യാം. +3 ചെയിൻ ചെയ്യണം. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമുക്ക് അടുത്ത പെറ്റലിൽ വീണ്ടും 2 പെറ്റലിൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഈ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ പ്ലസ് 3 ചെയിൻ പ്ലസ് 3 ഡബിൾ ക്രോഷ്യ ചെയ്യണം. വീണ്ടും അങ്ങനെ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ 3 പ്രാവശ്യം 3 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലായിരുന്നു ഫസ്റ്റ്. അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോൾ 3 ഡബിൾ ക്രോഷ്യ പ്ലസ് 3 ചെയിൻ പ്ലസ് 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ പ്ലസ് 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് ഞാൻ പറഞ്ഞത് ഇവിടെയാണ്. നമ്മൾ ഇതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇപ്പം 3 ചെയ്തിട്ടില്ലേ ഡബിൾ ക്രോഷ്യ ഫസ്റ്റ്, അവിടെ നമ്മൾ ചെയ്ത് കൊടുക്കുക 3 ഡബിൾ ക്രോഷ്യ. എൻ്റെ വീഡിയോസ് എല്ലാം
പോരായ്കളൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്യണം. 3 ചെയിൻ ചെയ്തു. ഇതിപ്പോൾ 3 ചെയിൻ ചെയ്തില്ലേ, അതിൽ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യയിൽ നമ്മൾ കയറ്റിയിട്ട് പുൾ ത്രൂ ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രാനി സ്ക്വയർ റെഡിയായി. നമുക്ക് ചെയിൻ ചെയ്ത് കൊടുക്കാം. 1 ചെയിൻ ചെയ്യാം, എന്നിട്ട് കട്ട് ചെയ്യാം. ഈ ബാക്കിൽ കുറേ ഇതുണ്ടാവും. നമ്മളത് നീഡിലും കൊണ്ട് തുന്നി കൊടുക്കാം.